ഹലോ. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളുടെ ഓഫ്ലൈൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓഫ്ലൈൻ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബാർകോഡ് പ്രിന്റ് എടുക്കാനും അതുപോലെ തന്നെ നമ്മളുടെ സെയിൽസിന്റെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ഓഫ്ലൈനിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഇല്ലെങ്കിലും ബില്ലിംഗിൽ ഒരു തടസ്സം വരാതിരിക്കാനാണ്. ബാർകോഡ് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് മാസ്റ്റർ എന്നുള്ള മൊഡ്യൂൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സെയിൽസിന്റെ ഓപ്ഷൻ ആണ്. സെയിൽസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ സെയിൽസ് F1 ഉണ്ട്, അതുപോലെ തന്നെ സെയിൽസ് POS ലൈറ്റ് ഉണ്ട്. നമ്മൾ സെയിൽസ് POS ലൈറ്റ് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് സൂപ്പർ മാർക്കറ്റ്സ് അതുപോലെ തന്നെ ബക്കാലാസിലാണ്. പിന്നെ നമുക്ക് വരുന്നത് നമ്മൾ സെയിൽസ് F1 ആണ്. നമുക്കിപ്പോൾ ജനറൽ ട്രേഡിംഗ് അങ്ങനെ ബാക്കിയുള്ള ബിസിനസ്സിനൊക്കെ ആണെങ്കിൽ സെയിൽസ് F1 ആയിരിക്കും അവർ യൂസ് ചെയ്യാം. സെയിൽസ് F1 പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കാണാം. നമുക്ക് കസ്റ്റമറിന്റെ ടൈപ്പ് രജിസ്റ്റേർഡ് ആണോ ന്യൂ ആണോ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം കസ്റ്റമറിന്റെ നെയിം ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഐറ്റം ബാർകോഡ് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ ഐറ്റം നെയിം വെച്ചിട്ട് നമുക്ക് മാനുവൽ ആയിട്ട് ഇവിടുന്ന് ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തെടുക്കാം. വൺസ് ആ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണ് കൊടുക്കേണ്ടത്, ഏത് യൂണിറ്റിലാണെന്നുള്ളത്, അതുപോലെ തന്നെ റേറ്റ് ഒക്കെ സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിൽ വരുന്ന സമയത്ത് അവൈലബിൾ സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഐറ്റം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം. പിന്നെ നമുക്കിവിടെ താഴെ വരുമ്പോൾ കാണാം ലാസ്റ്റ് ഇൻവോയ്സസ് ടു ദിസ് കസ്റ്റമർ. ഈ ഒരു രജിസ്റ്റർഡ് കസ്റ്റമറിന്റെ കേസിലാണെങ്കിൽ നമ്മൾ കസ്റ്റമറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് മുന്നേ കൊടുത്തിട്ടുള്ള ഇൻവോയ്സും കാര്യങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇവിടെ തന്നെ നമുക്കൊരു ഹിസ്റ്ററി കിട്ടും. വൺസ് നമ്മൾ ക്വാണ്ടിറ്റിയും കാര്യങ്ങളെല്ലാം കൊടുത്തു, അതിനുശേഷം ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടുന്ന് ആഡ് ചെയ്യാം. ഇനി വേറെ പ്രൊഡക്ട്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാർകോഡ് വെച്ചിട്ട് സ്കാൻ ചെയ്യുക, അതല്ലെങ്കിൽ ഐറ്റം നെയിം വെച്ചിട്ട് സെർച്ച് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പേയ്മെന്റിന്റെ ഓപ്ഷൻ വരും. നമുക്ക് ഇനി ഇവിടെ ഡിസ്കൗണ്ട് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കാം. അതിനുശേഷം ഇവിടെ പേയ്മെന്റ് ടൈപ്പ് നമുക്ക് ഒന്നല്ലെങ്കിൽ മൾട്ടി സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ക്യാഷ് കാർഡ്. മൾട്ടി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് എമൗണ്ട് എത്രയാണെന്നുള്ളത് കൊടുക്കാം, അതുപോലെ തന്നെ കാർഡ് എമൗണ്ട് എത്രയാണെന്നുള്ളത് കൊടുക്കാം. ഞാൻ 200 എന്നുള്ളത് ക്യാഷ് എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി 90 ഇവിടെ ഓട്ടോമാറ്റിക്കലി കാർഡ് എമൗണ്ട് വരും. വൺസ് അത് ചെയ്തതിനു ശേഷം നമ്മൾ കൺഫേം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെയിൽ കംപ്ലീറ്റ് ആവും. ഇനി നമുക്കിത് പ്രിന്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ പ്രിന്റ് ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഇത്രയാണ് നമുക്ക് സെയിൽസ് F1 ഉള്ളത്. ഇനി നമുക്ക് വരുന്നത് സെയിൽസ് POS ലൈറ്റ് ആണ്. സെയിൽസിൽ പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിന്റെ കേസിലാണ് നമ്മൾ സെയിൽസ് POS ലൈറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. സെയിൽസ് POS ലൈറ്റിൽ പോവാം. നമുക്ക് ബാർകോഡ് വെച്ചിട്ട് ഐറ്റം സെർച്ച് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് മാനുവൽ ആയിട്ട് ഐറ്റം നെയിം വെച്ചിട്ടാണെങ്കിൽ ഇവിടെ ഓപ്ഷൻസിൽ പോവാം, ഐറ്റം സെർച്ച് എടുക്കാം. അതിനുശേഷം ഏത് പ്രൊഡക്റ്റ് ആണ് വേണ്ടത് അത് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇവിടുന്ന് ക്വാണ്ടിറ്റി എത്രയാണോ അത് കൊടുക്കാം. യൂണിറ്റ് ഏത് യൂണിറ്റിലാണ് വിൽക്കേണ്ടത് എന്നുള്ളത് അത് ഇവിടുന്ന് സെലക്ട് ചെയ്തു. ഇനി റേറ്റ് എത്രയാണോ നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതിനുശേഷം ഒന്ന് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം നമ്മുടെ ലിസ്റ്റിലേക്ക് ഇവിടെ ആഡ് ആയിക്കോളും. പിന്നെ ഇനി നമുക്ക് ഈ ഒരു ബില്ല് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹോൾഡ് കൊടുക്കുക. അതിനുശേഷം ഇനി എപ്പോഴാണ് ഈ ബില്ല് റീകോൾ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ റീകോൾ കൊടുക്കുക. അപ്പൊ നമുക്കിപ്പോൾ ലാസ്റ്റ് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുള്ള ബില്ല് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇവിടുന്ന് ഏത് ബില്ലാണോ റീകോൾ ചെയ്യേണ്ടത് അത് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. വൺസ് നമ്മൾ ഐറ്റം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ പേയ്മെന്റിന്റെ ഓപ്ഷനിൽ പോവാം. ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് കസ്റ്റമർ അതുപോലെ തന്നെ ഇൻവോയ്സ് ടൈപ്പ് എന്താണോ അത് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ മൾട്ടി അല്ലെങ്കിൽ ക്യാഷ് കാർഡ് ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ പേയ്മെന്റ് എത്രയാണോ അത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക, എമൗണ്ട് കൊടുക്കാം. അതിനുശേഷം ഇവിടെ നിന്ന് കൺഫേം കൊടുക്കാം. അതിനുശേഷം നമ്മളൊന്ന് കൺഫേം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ തന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സെയിൽസ് ഓർഡർ അടിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ മീതെ കാണാം ഇവിടെ ഇൻവോയ്സ് അതുപോലെ തന്നെ സെയിൽസ് ഓർഡർ. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻവോയ്സ് ആവും, അതല്ലെങ്കിൽ സെയിൽസ് ഓർഡർ ആവും. വൺസ് നമ്മൾ സെയിൽസ് ഓർഡറിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സെയിം ഫംഗ്ഷൻ തന്നെയാണ് വരുന്നത്. ഐറ്റംസ് ആഡ് ചെയ്യുക, നമ്മൾ പ്രൈസും കാര്യങ്ങളും കൊടുക്കുക. ഇത്രയാണ് നമുക്ക് ഓഫ്ലൈനിന്റെ നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ഫംഗ്ഷൻസ് വരുന്നത്.